ജേക്കബ് ജോർജിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. നമ്മൾ അതായത് നമ്മുടെ രാഷ്ട്രീയത്തിലടക്കം ഇടപെടാൻ കഴിയുന്ന ഒന്നായി ഒരു മോശപ്പെട്ട പ്രവണത ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ നയിക്കുന്നവരൊക്കെ കൈക്കൊള്ളുകയാണ്. എനിക്ക് അത്ഭുതമുണ്ട്, എനിക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും അപകടകരമാണ് ഇത്തരം കാര്യങ്ങൾ. പൊതുമധ്യത്തിൽ തുറന്നങ്ങ് പറയുകയല്ലേ, തുറന്ന് കാട്ടപ്പെടുകയാണ്. സ്വയം കാണിക്കുകയാണ്. അത്രയ്ക്ക് നാണം കെട്ട രീതിയാണിത്, കൂടോത്രം. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അറിയാം, ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് മരിക്കുമല്ലോ ആൾക്കാർ, മാടനടിച്ച് മരിച്ചാണെന്ന് പറയും. സാധാരണക്കാർ ഇന്നത്തെ പോലെ വിദ്യാഭ്യാസമില്ല, ഇന്നത്തെ പോലെ കാഴ്ചപ്പാടില്ല. ഒരു ഗ്രാമീണ ജനതയിൽ ഇടയ്ക്കുണ്ടാകുന്ന സംസാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ കേരളം എത്ര കണ്ട് വളർന്നിരിക്കുന്നു. ശാസ്ത്രം അതിൻ്റെ വളർച്ച, അത് സമൂഹത്തെ വളർത്തിയിരിക്കുന്നു, ജനതയെ വളർത്തിയിരിക്കുന്നു. ആ വളർച്ച ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ദേശീയ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഇതേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് അപകടം. അജിത്തെ, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനും വി ഡി സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒന്നും പിണറായിയെ മറച്ചിടാൻ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിയമസഭയിൽ പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കൂടാത്രം കൊണ്ടുവന്ന് ആ ക്ലിപ്പേഴ്സ് വെച്ചാൽ പറയാം. പക്ഷെ ഭയങ്കര പോലീസ് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഭയങ്കര പോലീസ് അടുക്കാൻ പറ്റില്ല. അപ്പൊ അജിത്തെ, സാത്താനെ ഇതൊക്കെ പേടിയാണോ? ഈ പോലീസിനെ പേടിയാണോ? ഞാൻ പറയട്ടെ, നല്ല വലിയ വീടാണ് സുധാകരൻ്റെത്, വലിയ വീടാണ് എന്നൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നുമാട്ടെ, ആ വീട്ടിൽ എന്താണെങ്കിലും ക്യാമറ ഉണ്ടാവുമല്ലോ, CCTV ക്യാമറ ഉണ്ടാവുമല്ലോ, സെക്യൂരിറ്റി കാണുമല്ലോ. ഒരുപാട് ഭീഷണി അതിജീവിക്കുന്ന ആളാണ് സുധാകരൻ. സ്വാഭാവികമായിട്ടും ആര് വന്നാലും ഒരു ഈച്ച പറന്നാൽ പോലും അത് കാണുന്ന ക്യാമറകൾ ഉണ്ടാവണം. എപ്പോഴും കണ്ണുമിഴിച്ചിരിക്കുന്ന ക്യാമറ ഉണ്ടാവണം. KPC ഇന്ദിരാഭവൻ, നമ്മൾ ഒത്തിരി കാലമായി KPC പോയിട്ട്. കുടത്രൊക്കെ കുഴിച്ചിടാൻ പറ്റുന്നവർക്ക് ബോംബൊക്കെ കുഴിച്ചിടാൻ പറ്റുമല്ലേ? അതും പറ്റും. അല്ലല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യം. കണ്ണൂർ ബോംബ് മാത്രമല്ല കുഴിച്ചിടാൻ പറ്റുന്നത്, ഇതുപോലെ കോഴിത്തലയും ചീഞ്ഞ മുട്ടയും കുഴിച്ചിടാൻ പറ്റും. അല്ല, ഇന്ദിരാഭവനില് തീർച്ചയായിട്ടും ക്യാമറ ഉണ്ടാവുമല്ലോ. ഉണ്ട്. എന്നിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഇതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജേക്കബ് ജോർജ് ഇത് കുഴിച്ചിടുന്ന ദിവസം തന്നെ അല്ലല്ലോ ഇത് കുഴിച്ചെടുക്കുന്നത്. ഇത് കുറെയൊക്കെ CCTV ഒക്കെ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഒരു കാലദൈർഘ്യത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവല്ലോ. എന്ന് കുഴിച്ചിട്ടു എന്നൊന്നും ആർക്കും അറിയാത്തൊരു കാര്യമല്ലേ. എന്നാലും നമുക്ക് വെല്ലുവിളിക്കാം. ഈ ചെകുത്താനോടും ഈ കൂടോത്രക്കാരനോടും നമുക്ക് വെല്ലുവിളിക്കാം. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒന്ന് ഇറക്കിവിടാം, ധൈര്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ VD സതീശൻ ഇപ്പൊ പലരും നോക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും എല്ലാം ഒറ്റ കൈയായിട്ട് തന്നെ പോകുന്നു. കോൺഗ്രസ്സുകാരല്ലേ അജിത്തെ? VD സതീശനെ മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും KPC അധ്യക്ഷനാവല്ലോ, കൂടത്രം വെച്ചാൽ പോരെ. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ പോലും കെടുത്തുന്ന ഒരു സംഭവമായി പോയി. അയ്യോ.